സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. സോ സോറി ഗൈസ്, എനിക്ക് നാളെ മറ്റന്നാൾ ഒരു കോളേജിൽ, എറണാകുളത്ത് ഒരു കോളേജിൽ പരിപാടിയുണ്ട്, കൺസേർട്ട്. അപ്പോൾ ഞാൻ ഒത്തിരി നാളെ ഇത് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനും കാര്യങ്ങൾക്കൊക്കെ പോയതാ. ഞാൻ പാലക്കാട് 2-ാം തീയതി ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയതാ. സോ സോറി, ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി, ട്രാഫിക്കിൽ പെട്ടുപോയത്. എറണാകുളത്തെ ട്രാഫിക് അറിയാലോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി, പോടാക്കാം. ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. വെൽക്കം ടു സ്ട്രീം. ഫൈക്ക വാച്ചിങ് ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. വിവോ X300 Pro എടുത്തു. ബ്രോ കിട്ടി, സാധനം കിട്ടി. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, സാധനം ഹോങ്കോങ്ങാ. മനസ്സിലായ? സാധനം ഹോങ്കോങ് എഡിഷനാ. ഇടയ്ക്ക് ചിലയിടത്തൊക്കെ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷ വരും. അപ്പൊ ഞാൻ ജെമിനി ചേച്ചിയും കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കും. അല്ലാതെ വേറൊന്നും നടക്കത്തില്ല. മനസ്സിലായ? അല്ലാതെ വേറൊന്നും നടക്കത്തില്ല. ഓർഗ് അപ്ഡേറ്റ്, ഓർഗ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് സ്പോൺസേഴ്സിനെ കിട്ടിയില്ല ബ്രോ. സ്പോൺസേഴ്സ് കിട്ടിയില്ല. മിക്കവാറും അവർക്ക് വേറൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്തായാലും അവർ നോക്കുമായിരിക്കും. സോ അതുകൊണ്ട് സ്പോൺസേഴ്സിനെ നമുക്ക് കിട്ടിയില്ല. സ്പോൺസേഴ്സിനെ കിട്ടാൻ പാടാണ്. ഞാൻ പറഞ്ഞില്ല, അത് കിട്ടാൻ വലിയ പാടാണ്. കൺട്രി ലോക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബ്രോ. ഞാൻ എന്തായാലും വി സ്റ്റോറാണ് ഇത് തന്നത്. ഫോൺ എനിക്ക് തന്നത് നമ്മുടെ എറണാകുളത്തെ വി സ്റ്റോർ എന്ന് പറഞ്ഞവരാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇന്ത്യൻ വെർഷൻ വരുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുത്താൽ മതി, അവർ ഇന്ത്യൻ വെർഷൻ തരാമെന്ന് പറഞ്ഞു. മനസ്സിലായ? സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഡ്രീമർ ഗെയിമിംഗ് ഈസ് ഹോസ്റ്റിംഗ്. ഡ്രീമറെ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോസ്റ്റ് ബ്രോ. വെൽക്കം ടു ദ സ്ട്രീം. താങ്ക് യു ചന്ദ്ര. സോ ഗൈസ്, ഇതാണ് ഫോണ്. ഞാൻ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞെടുത്ത് പറഞ്ഞുതരാം ഗൈസ്. ഇതാണ് ഫോൺ കാണാൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇജാതി സാധനം പറയാതിരിക്കാൻ വയ്യ കേട്ടാ. എൻ്റെ അമ്മോ, ഒരു നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടാ. ഈ ഫോണിനൊരു ഐഫോൺ ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഐഫോണിൻ്റെ ഞാനൊരു ആൻഡ്രോയിഡ് ഫോൺ ഇങ്ങനത്തെ കോർണേഴ്സിലൊക്കെ ആദ്യമായിട്ട് കാണണം. ഇത് കണ്ടോ നിങ്ങൾ? ഈ കോർണറൊക്കെ കണ്ട ഒരു ഐഫോണിൻ്റെ ഇതുണ്ട് കണ്ടാ. ലൈക്ക് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. അക്ഷയ് മല്ല ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. ആൻഡ് ഞാനൊരു കാര്യം പറയാനാണെങ്കിൽ ഗൈസ്, ഇവന്മാര് ഈ സാധനം ഇത് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ആപ്പിൾ ഫാൻസ് കുറെ പേര് ഇതിന്റെ ഫാൻസ് ആവും. ഞാൻ ഉറപ്പ് പറയാം, അമ്മാതിരി ഒരു സാധനമാണ്. വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഇതുപോലെ ഒരു ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി കേട്ടോ. ശരിക്കും പറയാമല്ലോ, നിങ്ങൾ ഈ ഒരു ഫോട്ടോയുടെയൊക്കെ ക്വാളിറ്റി കണ്ടോ? ഞാനിത് സ്റ്റോറി ഇട്ടായിരുന്നു. ഒരു DSLR ഇത് സൂം ചെയ്ത് കാണിച്ചു തരാവേ. ഇത് കണ്ട ഒരു നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു സാധനത്തിനകത്ത് എടുക്കുന്ന ഫോട്ടോയുടെ അവന്റെ മുടിനാര് വരെ കാണാം. എനിക്കിത് കണ്ട എന്റെ അമ്മോ, എങ്ങനെയാണോ ഒരു ഫോണിന്റെ ക്യാമറ ഒക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെക്കണമാര്. പറയാതിരിക്കാൻ വയ്യ ബ്രോ, ഒരു സാധനമാണിത്. ഇത് ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ OS ലാഗും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ 2 ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ ഇതിന്റെ നല്ലൊരു വീഡിയോ ഇടാം. എനിക്ക് തോന്നുന്നു എസ്റ്റിമേറ്റഡ് പ്രൈസ് ഇന്ത്യയിൽ വരാൻ പോണത് December 2-നാണ് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. ആൻഡ് 7 ദിവസം കഴിയുമ്പോഴേ സെയിൽസിനുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണ് ഇന്ത്യയിൽ വരുന്ന ഒരു പ്രൈസ്, ഇതിന് ഫോട്ടോഗ്രാഫി കിറ്റും ഉണ്ട്. ഇതുണ്ട്, നിങ്ങൾക്ക് തന്നെ ഇവിടെ മറ്റേ ഇതൊക്കെ അറ്റാച്ച് ചെയ്ത് സുനാപ്പിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. എന്നാലും എൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ് പറയാം, ഇന്ത്യയിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 1.2 ലാക്ക് ആയിരിക്കും. 1.1 to 1.2 ലാക്ക് ആയിരിക്കും വിത്തൗട്ട് ഫോട്ടോഗ്രാഫി കിറ്റ്. ഇൻക്ലൂഡിങ് ഫോട്ടോഗ്രാഫി കിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 1.3 ലാക്ക് ടു 1.35 ഒരു 1,40,000 രൂപ ആവുമായിരിക്കും ഇൻക്ലൂഡിങ് ഫോട്ടോഗ്രാഫി കിറ്റ് എടുക്കുമ്പോൾ. അതായത് ഐഫോൺ 15 Pro Max അല്ലെ 17 Pro Max 18 ഇതൊക്കെ എടുക്കുന്ന Pro Max സീരീസ് ഒക്കെ എടുക്കുന്ന പൈസയാവും. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അയ്യോ വേണ്ട എന്ന് എനിക്കിടാ. ക്യാമറ വൈസ് ഭയങ്കര പോകത്താ. പക്ഷേ ബാക്കി ഇതിന്റെ OS ഇത് ലാഗ് ഒക്കെ ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഗെയിം കളിക്കാനൊക്കെ അടിപൊളിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ പോവാം. ഞാൻ 2 ദിവസം നോക്കിയിട്ട് എല്ലാവരും നോർമൽ ക്യാമറ ടെസ്റ്റ് മാത്രമല്ല, ഞാൻ ഫുള്ളി ഫോണിൻ്റെ ഒരു ടെസ്റ്റ്, എന്തായാലും ഒരു പെർഫോമൻസ് ടെസ്റ്റ് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ എൻ്റെ വ്ളോഗ് ചാനൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതും എല്ലാം മേടിക്കാൻ പോയതിൻ്റെ ഡിലേ ആയിരുന്നു. ഐ എം സോ സോറി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും ഞാൻ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ പറയാം ഫോണിൻ്റെ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. ആൻഡ് സെക്കൻഡ് മെമ്പറിനെ കൂടെ നമ്മൾ ഇന്ന് റിവീൽ ചെയ്യും. ഞാൻ രണ്ടുപേരെയും ഞാൻ കുറച്ച് പയ്യെ റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമുക്ക് ഇനാക്റ്റീവ് പ്ലേയേഴ്സ് കുറച്ച് പേരൊക്കെ ഉള്ളത് കൊണ്ട് ഞാനങ്ങ് റിവീൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതിപ്പോൾ ചെയ്യാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇരുന്നത്. എൻ്റെ പ്ലാനിങ്ങുകളൊക്കെ തെറ്റിപ്പോയി നമുക്ക് ഇത് വന്നപ്പോഴത്തേക്കിന്.
അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. വെൽക്കം